ക്രൈസ്തവ മതം വിദേശ മതമാണെന്ന് മുദ്ര കുത്തി ഇവിടുന്ന് പുറത്താക്കാൻ പറ്റുന്നതെന്നല്ല. ക്രൈസ്തവ മതം ഭാരതത്തിൻ്റേതു കൂടിയാണ്, ഭാരത മതം തന്നെയാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, എവിടെയാണ് മതപരിവർത്തനം നടക്കുന്നത്? പ്രധാനമന്ത്രിയോട് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു, നിർബന്ധിത പരിവർത്തനത്തിന് ഏറ്റവും എതിരുള്ള മതം തന്നെയാണ് ക്രൈസ്തവര്. പ്രിയപ്പെട്ട മതസൗഹാർദ്ദത്തിൻ്റെ നാടായ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിലെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അഭിമന്യ ഔഗിൻ തിരുമേനി, ടോണി പിതാവ്, ജോഷി മാസ്റ്റർ തുടങ്ങി ജനറാളച്ചന്മാരും ഫ്രാൻസിസ് മാസ്റ്റർ തുടങ്ങി പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ആദ്യമേ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മെറി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ബോൺ നത്താലെ. നമ്മൾ 27-ാം തീയതി ഈ സാംസ്കാരിക തലസ്ഥാനത്തിൽ അതിമനോഹരമായി തൃശ്ശൂരിലെ എല്ലാ ജാതിയിലും എല്ലാ വർഗത്തിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും എല്ലാ മതത്തിലും പെട്ടവരെല്ലാവരും ഒരുമിച്ച് ബൊന്നത്താല് അതിമനോഹരമായി 2025 നടത്തി. തൃശ്ശൂർക്കാർക്ക് എല്ലാവർക്കും ഞാൻ അനുമോദനങ്ങൾ അർപ്പിക്കുകയാണ്. ഇതൊരു പ്രതീകമാണ്, തൃശ്ശൂരിൻ്റെ പ്രതീകം. പക്ഷേ ഈ സമയത്ത് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ, ലോകത്തിൻ്റെയും വിവിധ ഭാഗങ്ങളിൽ നടന്ന ക്രിസ്മസ് ആഘോഷങ്ങൾക്കെതിരെ, ക്രൈസ്തവർക്കെതിരെ നടന്ന പലതരത്തിലുള്ള അതിക്രമങ്ങൾക്കെതിരെ ഈ തൃശ്ശൂരിൻ്റെ മണ്ണിൽ നിന്ന് തന്നെ നമ്മുടെ വേദന അറിയിക്കാനാണ്, പ്രതിഷേധം അറിയിക്കാനാണ് നാം ഇവിടെ ആയിരിക്കുന്നത്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ജോഷി മാസ്റ്റർ അതിൻ്റെ ഒരു ലിസ്റ്റ് ഇപ്പോൾ തന്നെ അവതരിപ്പിച്ചു. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇങ്ങനെയുള്ള ആ റിപ്പോർട്ട് ലഭിച്ച ഉടനെ തന്നെ CBCI പ്രസിഡന്റ് എന്ന നിലയിൽ മാധ്യമങ്ങളുടെ മുമ്പിൽ, രാഷ്ട്രീയ നേതാക്കന്മാരുടെ മുമ്പിൽ, ഭാരതത്തിൻ്റെ എല്ലാ നേതാക്കന്മാരുടെയും, പ്രസിഡന്റിൻ്റെയും പ്രധാനമന്ത്രിയുടെയും ഹോം മിനിസ്റ്ററുടെയും എല്ലാവർക്കുമായി CBCI പ്രസിഡന്റ് ഒരു വേദന അറിയിച്ചുകൊണ്ടുള്ള കത്ത് എഴുതുകയുണ്ടായി. ഞാനത് ആവർത്തിക്കുകയാണ്. ഞാനത് ഇവിടെ വീണ്ടും എന്താണെന്ന് പറയുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ജോഷി മാസ്റ്റർ സൂചിപ്പിച്ചതുപോലെ ക്രിസ്മസ് കരോൾ പാടില്ല, കൃപ വയ്ക്കാൻ പാടില്ല, പള്ളികളിലും സ്ഥാപനങ്ങളിലും ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ നടത്താൻ പാടില്ല. ഇനി ക്രിസ്മസിൻ്റെ കരോളിൻ്റെ തൊപ്പിയും വേഷവിധാനങ്ങളും കച്ചവട സ്ഥലങ്ങളിൽ പോലും വിൽക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ തീവ്രവാദ മനോഭാവത്തോടെ ക്രിസ്മസ് ആഘോഷങ്ങൾക്കും ക്രൈസ്തവർക്കുമെതിരെ നടന്ന അതിക്രമങ്ങൾക്ക് നമ്മൾ ഇവിടെ വേദന അറിയിക്കുകയാണ്. ആരാണ് എന്താണ് ക്രിസ്ത്യാനിയുടെ മാർഗം? ഫ്രാൻസിസ് മാസ്റ്റർ ഇവിടെയുള്ള മതങ്ങളുടെ, അവരുടെ ചരിത്രത്തിൻ്റെ ഒക്കെ സൂചനകൾ നൽകുകയുണ്ടായി. ക്രൈസ്തവരെ കുറിച്ച് ഇപ്പോൾ പലയിടങ്ങളിലും മാധ്യമ പ്രവർത്തകർ പറയുന്നു വിദേശ മതമാണെന്നാണ്. ആദ്യം തന്നെ വ്യക്തമായ ചരിത്രമുള്ള മതമാണ് ക്രൈസ്തവരെന്നതിൽ അഭിമാനത്തോടെ തന്നെ പറയും. കൃത്യമായ വ്യക്തമായ ചരിത്രമുള്ള മതമാണ്. ഫ്രാൻസിസ് മാസ്റ്റർ അവിടെ സൂചനകൾ നൽകിയത് മറ്റുള്ളവരുടെയൊക്കെ ചരിത്രം എന്താണ് എന്നൊന്ന് അന്വേഷിക്കണം. വിദേശ മതമാണെന്ന് പറയുന്നു. ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മുമ്പിൽ തന്നെ 3-4 പ്രാവശ്യം കൃത്യമായിട്ട് പറഞ്ഞു, ക്രൈസ്തവ മതം വിദേശ മതമാണെന്ന് മുദ്ര കുത്തി ഇവിടുന്ന് പുറത്താക്കാൻ പറ്റുന്നതെന്നല്ല. ഇന്ന് ക്രൈസ്തവ രാജ്യങ്ങളിൽ നിന്ന് പറയുന്ന സ്ഥലത്ത് ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുന്നതിന് മുമ്പേ 2000 വർഷങ്ങൾക്ക് മുമ്പേ ഭാരതം ക്രൈസ്തവമായി. മാർത്തോമാശ്ലീഹ ഇവിടെ നേടി 52-ൽ. ഇന്നത്തെ ക്രൈസ്തവ രാജ്യങ്ങൾ അന്നൊന്നും ക്രിസ്തുവിനെ കുറിച്ച് കേട്ടിട്ടില്ല പലതും. ഈ അവസരത്തിൽ ക്രൈസ്തവ രാജ്യം വിദേശ മതമെന്നും പറഞ്ഞ് എങ്ങനെയാണ് പുറത്താക്കാൻ പറ്റുക? ക്രൈസ്തവ മതം ആരംഭിച്ചത് ഏഷ്യയിലാണ്. അത് ആരംഭിച്ച ഉടനെ തന്നെ കേരളത്തിലെത്തി, ഭാരതത്തിലെത്തി. അതുകൊണ്ട് വിദേശ മതമെന്ന് മുദ്രകുത്തി ഇത് ഇന്ത്യയിൽ പാടില്ല എന്ന് പറയുന്ന മനോഭാവം അത് വളരെ പ്രതിഷേധാർഹമാണെന്ന് മാത്രമല്ല, അങ്ങനെ ചരിത്രം പറയുന്നവരുണ്ടെങ്കിൽ അത് ഗൗരവമായി തെറ്റാണ്. ക്രൈസ്തവമതം ഭാരതത്തിൻ്റേതു കൂടിയാണ്, ഭാരത മതം തന്നെയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. നമ്മൾ കൈയടിച്ച് ഓർക്കും.
ഇത് പറയാനൊരു കാരണം, ചരിത്ര പണ്ഡിതന്മാര് ആര്യൻ മതങ്ങൾ തുടങ്ങിയത് എവിടെയാണ് എന്നൊന്ന് ചിന്തിക്കും നല്ലതാ. ഫ്രാൻസിസ് മാർക്ക് നല്ലൊരു തീസിസാണ് തരണേ. ആര്യൻ മതങ്ങൾ ആരംഭിച്ചത് എവിടെയാണ്? ആര്യൻ മതം അല്ലെങ്കിൽ മതങ്ങൾ ആരംഭിച്ചത് എവിടെയാണ്? അപ്പൊ ക്രൈസ്തവ മതത്തെ വിദേശ മതമെന്ന് ചിത്രീകരിച്ചാൽ അത് ചരിത്രത്തിലെ വലിയ തെറ്റാണ്. AD 52 ആരംഭം കുറിച്ച ക്രൈസ്തവ മതം നമ്മുടെ കേരളത്തിൽ നിന്ന് തുടങ്ങിയതാണ്. തമിഴ്നാട്ടിലാണ് അത് പിന്നീട് വളർന്നത്, പിന്നെ നോർത്ത് ഇന്ത്യയിൽ വരെ എത്തി. ഞാൻ ഇന്ന് ഇന്ത്യയിലെ ഈ മതപരിവർത്തന നിരോധന നിയമമൊക്കെ പറയുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, ആദ്യം തന്നെ എവിടെയാണ് മതപരിവർത്തനം നടക്കുന്നത്? പ്രധാനമന്ത്രിയോട് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു, നിർബന്ധിത പരിവർത്തനത്തിന് ഏറ്റവും എതിരുള്ള മതം തന്നെയാണ് ക്രൈസ്തവര്. ഒരു തരത്തിൽ നിർബന്ധ പരിവർത്തനം നടത്താൻ പാടില്ല. ഇനി തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇന്ത്യയിൽ ഇന്ന് 2.3% മാത്രമേ എല്ലാ ക്രൈസ്തവരും കൂടിയിട്ടുള്ളൂ. അപ്പോൾ 97%-ലധികം ക്രൈസ്തവരല്ല ഇന്ത്യയിൽ. 2000 വർഷത്തെ പാരമ്പര്യമുള്ള ക്രൈസ്തവ ഈ ഇന്ത്യൻ രാജ്യത്ത് നിർബന്ധിത പരിവർത്തനമായിരുന്നു എങ്കിൽ ഈ 2-3% ചുരുങ്ങുമോ? 2.7% കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലുണ്ടായിരുന്നു. അതിപ്പോൾ 2.3% ചുരുങ്ങി. നിർബന്ധിത പരിവർത്തനമായിരുന്നു എങ്കിൽ ക്രൈസ്തവർ ഇന്ന് എത്ര ശതമാനമാകും? 2000 കൊല്ലത്തെ പാരമ്പര്യം. ഇവിടെ ബുദ്ധമതവും ജൈനമതവും ദ്രാവിഡ മതങ്ങളും സിഖ് മതവും ഒക്കെ ഇന്ത്യയിൽ തന്നെ തുടങ്ങിയതാണ്. എന്നാൽ നിർബന്ധിത പരിവർത്തനമാണ് നമ്മുടെ ലക്ഷ്യമായിരുന്നെങ്കിൽ 2.7%, 2-3% നമ്മൾ ചുരുങ്ങില്ല. ഇന്ന് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ മതം പടർന്ന് വികസിക്കുമായിരുന്നു. കല്യാണിൽ ആദ്യത്തെ നൂറ്റാണ്ടുകളുണ്ടായിരുന്നു. മാർത്തോമ ക്രൈസ്തവരുടെ പാരമ്പര്യത്തിൽ മിഷണറിമാര് ചൈന വരെ ഇന്ത്യയിൽ നിന്ന് പോയിട്ടുണ്ട്. ചരിത്രം പഠിക്കണം. അപ്പോൾ വിദേശ മതം എന്ന് മുദ്രകുത്തി ഇന്ത്യയെ ഇങ്ങനെ ക്രൈസ്തവരെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് എന്തിന്? രണ്ടാമത്തൊന്ന് പറയുന്നത്, ഇന്ത്യയിൽ ഇപ്പോൾ ഇഷ്ടംപോലെ ഇന്ത്യ ഒരു മതരാഷ്ട്രമാണ്, അത് ഹിന്ദു രാഷ്ട്രമാണ് എന്നുള്ളതാണ്. ഇന്ത്യയുടെ ഭരണഘടന എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഈ പ്രസ്താവന 100% തെറ്റാണ്. നമുക്കറിയാം, ഇന്ത്യൻ ഭരണഘടന ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല ഭരണഘടനകളിലൊന്നാണ്. ഏതൊരു മതത്തിൽ വിശ്വസിക്കാനും അത് ജീവിക്കാനും അത് പ്രചരിപ്പിക്കാനും, ടു പ്രൊഫസ്, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ്, ഈ 3 വാക്കുകൾ ഇത് അടിസ്ഥാന പ്രമാണമായിട്ട് നൽകിയിട്ടുള്ളതാണ്. എന്നിട്ടും നിർബന്ധിത മതപരിവർത്തനം, ആന്റി കൺവേർഷൻ ലോ എന്ന പേര് പറഞ്ഞ് യാതൊരു തെറ്റും ചെയ്യാതെ, ചരിത്രങ്ങൾ ഇഷ്ടംപോലെയുണ്ട്. നമ്മുടെ തന്നെ തൃശ്ശൂർക്കാരായിട്ടുള്ള അച്ഛന്മാരടക്കം സിസ്റ്റേഴ്സ്, മലയാളികൾ ഛത്തീസ്ഗഡിലെ സിസ്റ്റേഴ്സിൻ്റെ കാര്യം നമ്മൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കേട്ടതാണ്. ഇപ്പോൾ ജബൽപൂരിൽ നടന്നത്, ഛത്തീസ്ഗഡിൽ നടന്നത്, അങ്ങനെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ക്രിസ്മസ് നടത്താൻ പാടില്ല, മതസൗഹാർദ്ദത്തിൻ്റെ ആ സമ്മേളനം പാടില്ല. ബൊന്നത്താലയുടെ തിയറി എന്താ? ലൂക്ക 2:10, സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന് സദ്വാർത്ത. സന്മനസ്സുള്ളവർക്ക് എല്ലാവർക്കും സമാധാനത്തിൻ്റെ സദ്വാർത്ത. ഇത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ വർഗീയത മാത്രമേ പറയാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭാരതത്തിൻ്റെ ആത്മാവിനെ നശിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നടന്നത് ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരായ പ്രവർത്തനമാണ് എന്ന് ഭരണകർത്താക്കൾ പറയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇപ്രകാരം ശത്രുക്കളെ പോലും സ്നേഹിക്കാൻ പറഞ്ഞ ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ സന്ദേശം പറയുമ്പോൾ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് പറയുന്ന ആ വർഗീയ ചിന്താഗതി, അത് ഭാരതത്തിൻ്റെ ഭരണഘടനയ്ക്കും ഭാരതത്തിൻ്റെ ആത്മാവിനുമെതിരാണ് എന്ന് ശക്തമായി തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ കഴിഞ്ഞപ്പോൾ അത് ഏതാനും, നേരത്തെ ജോഷി മാസ്റ്റർ സൂചിപ്പിച്ചതുപോലെ, ഏതാനും തീവ്രവാദികൾ നടത്തുന്നതാണെന്ന് പറഞ്ഞാൽ അതിൽ കുറേ ശരിയൊക്കെയുണ്ട്.
പക്ഷെ അതിൻ്റെ പേര് തീവ്രവാദികൾ നടത്തുന്നതാണ് എന്ന് പറഞ്ഞ് നിഷ്ക്രിയത്വവും മൗനമൊക്കെ പാലിക്കുമ്പോൾ അത് ഭാരത ഭരണഘടനയുടെ ഭാരതത്തിൻ്റെ ആത്മാവിനെതിരായ പ്രവർത്തനമാണ്. അതുകൊണ്ട് ഈ പ്രതിഷേധ സമ്മേളനത്തിൽ നമുക്ക് ശക്തമായി പറയാനുള്ളത്, ക്രിസ്മസ് ആഘോഷങ്ങളെ തല്ലിത്തകർക്കാൻ ശ്രമിച്ചപ്പോൾ, ക്രൈസ്തവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഭാരത ഭരണഘടനയ്ക്ക് എതിരാണെന്ന് മാത്രമല്ല, അതിനെതിരെ പ്രതികരിക്കാനും നിയമം നടപ്പാക്കാനും ഇതിൽ തെറ്റ് ചെയ്തവരെ അവർക്കെതിരായി നിയമ നടപടി സ്വീകരിക്കാനും നമുക്ക് കൃത്യമായിട്ട് പറയേണ്ടതുണ്ട്. ഈ അവസരത്തിൽ നമുക്ക് ഭാരതത്തിൻ്റെ രാഷ്ട്ര നിർമ്മിതിയിൽ ക്രൈസ്തവർ വഹിച്ചിട്ടുള്ള പങ്കെന്തുകൂടി ഒന്ന് ചിന്തിക്കാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. വെറും 2.3%, ഇന്ന് നേരത്തെ 2.7% ക്രൈസ്തവരാണ് ആനുപാതികമായി ഭാരതത്തിൻ്റെ രാഷ്ട്ര നിർമ്മിതിയിൽ ഏറ്റവും കൂടുതൽ പങ്കുപറ്റിയിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ രാഷ്ട്ര നിർമ്മിതിയിൽ പങ്കാളികളായത് എന്ന് അഭിമാനത്തോടെ നമുക്കൊരു കയ്യടിയോട് കൂടി തന്നെ നമുക്ക് പറയാം, ക്രൈസ്തവരാണ് ഭാരതത്തിൻ്റെ രാഷ്ട്ര നിർമ്മിതിയിൽ ആനുപാതികം ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയത്. വിദ്യാഭ്യാസ രംഗത്തെ ഒന്ന് നോക്കുക. ഹിന്ദി ഭാഷ തന്നെ ഉണ്ടായതിൽ ക്രൈസ്തവരുടെ പങ്കെന്താ? മലയാള ഭാഷ ഉണ്ടായത് എങ്ങനെയാണ്? ഇവിടെയൊക്കെ ക്രൈസ്തവ മിഷണറിമാർ ക്രൈസ്തവർ നൽകിയുള്ള സംഭാവന എന്താ? ഇന്ന് ഈ ക്രൈസ്തവർ വിവിധ മേഖലകളിൽ വിദ്യാഭ്യാസ രംഗത്ത് ഇറങ്ങിത്തിരിച്ചിട്ടില്ലെങ്കിൽ ഭാരതത്തിലെ ഗ്രാമീണ മേഖലയിലെ പ്രാഥമിക വിദ്യാഭ്യാസം 18% നടത്തിയിട്ടുള്ളത് ഈ ചെറിയ ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമായ ക്രൈസ്തവരാണ് എന്നുള്ളത് അഭിമാനത്തോടെ പറയുന്നു. പക്ഷെ ഇതൊക്കെ മറക്കാൻ തുടങ്ങിയിരിക്കുക. ഇങ്ങനെയുള്ള മറക്കലും മൗനവുമാണ് തീവ്രവാദികൾ എന്ന് പറയുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് കരുതി ഇനി രാഷ്ട്ര നിർമ്മിതിയിൽ നമ്മൾ ഇനി പങ്കാളിയാകില്ല എന്ന് പറയുന്നത് നമ്മൾ തുടർന്നും പങ്കാളികളാകും. ആതുര ശുശ്രൂഷ രംഗത്ത്, പാവപ്പെട്ടവർ ഉദ്ധരിക്കുന്നതിൽ, വിദ്യാഭ്യാസ രംഗത്തൊക്കെ ഇനിയും നമ്മൾ ശക്തമായി പ്രവർത്തിക്കും. ഇത്തരുണത്തിൽ നമുക്ക് നമ്മുടെ വേദന അറിയിക്കാം. ഭരണകർത്താക്കളോട് പറയാനുള്ളത്, ലോകത്തിലെ സംസ്കാരങ്ങളിലെല്ലാം തന്നെ വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത് ഈ ക്രൈസ്തവ ചൈതന്യമാണ്, ക്രൈസ്തവ വിശ്വാസമാണ്. ഞാനിന്നിങ്ങോട്ട് പോരുമ്പോൾ കാറിലിരുന്ന് ഈ ChatGPT നോക്കി. ഞാനും AI ആകാൻ നോക്കുക. ChatGPT നോക്കിയതിൽ വെറുതെ നോക്കിയത് ഇങ്ങനെയാണ്, അമേരിക്കയിൽ എത്ര ഹിന്ദു അമ്പലങ്ങളുണ്ടെന്നാണ് നോക്കിയത്. വെറുതെ ഒരു രസത്തിന് നോക്കിയതാണ്. അമേരിക്ക പൊതുവെ ഒരു ക്രൈസ്തവ രാജ്യമായിട്ടാണ് അറിയുന്നത്. അവിടെ ഹിന്ദു അമ്പലങ്ങൾ എത്രയുണ്ടെന്ന് വെറുതെ ഒന്ന് നോക്കി. അപ്പോൾ അതിൽ 2000-ലധികം ഹിന്ദു അമ്പലങ്ങൾ അമേരിക്കയിലുണ്ട്. ഇപ്പോൾ പറയുന്നത് ഭാരതത്തിൽ ക്രൈസ്തവർക്ക് തന്നെ പള്ളി പണിയാൻ പാടില്ല എന്നുള്ള ചില സ്ഥലങ്ങൾ പറയുന്നു. എവിടെയാണ് മത സഹിഷ്ണുത? ഈ അസഹിഷ്ണുത എങ്ങനെ ഭാരതത്തിലുണ്ടായി? ഈ അസഹിഷ്ണുതയ്ക്കെതിരെ എന്തിന് ഭരണകർത്താക്കൾ ഒന്നും ചെയ്യാതെ ഇങ്ങനെ മൗനമായി നിഷ്ക്രിയരായി നിൽക്കുന്നു? ഇവിടെ ഭരണഘടന കൃത്യമായിട്ട് പറയുന്നു, ഏത് മതത്തിലും വിശ്വസിക്കാനും ജീവിക്കാനും പ്രചരിപ്പിക്കാനും അതൊക്കെ അനുവാദമുണ്ടെങ്കിൽ എന്തുകൊണ്ട് ക്രൈസ്തവർക്ക് പള്ളി പണിയാൻ പോലും അനുവാദമില്ല? എന്തുകൊണ്ട് ക്രിസ്മസ് കരോൾ നടത്താൻ പാടില്ല, പുൽക്കൂടുണ്ടാക്കാൻ പാടില്ല? കച്ചവട സ്ഥലത്ത് ക്രൈസ്തവ സിമ്പിളുകൾ, ഈ തൊപ്പി അത് സാന്റാക്ലോസിൻ്റെയാണ്, അത് എല്ലാവരുടെയാണ്. ക്രിസ്മസ് കരോളും തൊപ്പിയൊക്കെ എല്ലാവരും പറയുന്നത്, സകല മനുഷ്യരും പറയുന്നത്. എന്നിട്ട് ഇങ്ങനെയുള്ള അടയാളങ്ങളൊന്നും പാടില്ല എന്ന് പറയുന്നത്, അതിനെതിരെ ഒരാൾക്കും മിണ്ടാൻ പാടില്ല എന്ന് പറയുന്നത്, ഭരണകർത്താക്കളൊന്നും മിണ്ടുന്നുമില്ല, ഒന്നും ചെയ്യുന്നുമില്ല. ഇങ്ങനെ വരുന്നത് നമുക്ക് വേദനാജനകമായാണ്. അതുകൊണ്ട് അതേ സമയത്ത് മറ്റു രാജ്യങ്ങളിലും ഇതുപോലെ ആക്രമണങ്ങളുണ്ട്. നമുക്ക് മതമർദ്ദനം മാത്രമല്ല, ഇപ്പോൾ ഈ അനിഹിലേഷൻ, ഇങ്ങനെ ക്രൈസ്തവ മതം തന്നെ ഭൂമിയിൽ ഉണ്ടാകാൻ പാടില്ല എന്നുവരെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ വേദന അറിയിക്കുന്നത്. നമുക്ക് ഒരു തരത്തിലുള്ള പ്രതിഷേധ പരിപാടി മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട് എന്നെ അടിക്കുന്നു എന്ന് യേശു ചോദിച്ചതുപോലെ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്ന് നമ്മൾ ചോദിക്കും. ഈ പ്രതിഷേധം ഇതാണ്.
യാതൊരു കാരണവുമില്ലാതെ യേശുവിനെ മർദ്ദിച്ചപ്പോൾ എന്തുകൊണ്ടാണ് എന്നെ അടിച്ചത് എന്ന് ചോദിച്ചു. ആ ചോദ്യമാണ് ഇപ്പോൾ ഈ പ്രതിഷേധ സമ്മേളനത്തിൽ നാം നടത്തുന്നത്. പക്ഷെ അതേ സമയത്ത് നമ്മുടെ മാർഗം സ്നേഹത്തിൻ്റെതാണ്, ക്ഷമയുടേതാണ്, സഹനത്തിൻ്റെതാണ്. എത്ര ആക്രമിച്ചാലും ഞങ്ങൾ രാഷ്ട്രത്തിന് വേണ്ടി നിൽക്കും. എല്ലാ ശത്രുക്കൾക്ക് വേണ്ടി കൂടി ഞങ്ങൾ അവരുടെ നന്മയ്ക്കായി പ്രവർത്തിക്കും. ഇതാണ് ക്രൈസ്തവ മാർഗം. അതുകൊണ്ട് ഇങ്ങനെ പ്രവർത്തിക്കുന്ന ക്രൈസ്തവരെ പീഡിപ്പിക്കുന്ന, ആക്രമിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കുമെതിരെയുള്ള ഈ പ്രതിഷേധം, പ്രത്യേകിച്ച് ഈ ക്രിസ്മസ് വേളയിൽ നടന്ന, ഭാരതത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നടന്ന ഈ അക്രമങ്ങൾക്കെതിരെയുള്ള ഈ പ്രതിഷേധ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.